Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിൻ്റെ വലിയ കരുണയാൽ വീണ്ടും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാനും നമ്മുടെ കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാനും കർത്താവിൽ ആനന്ദിക്കാനും കർത്താവ് ഒരിക്കൽ കൂടെ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. 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 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സർവശക്തൻ്റെ ശക്തിയെക്കുറിച്ച് പറയുക, നീ അത്ഭുതം കാണും. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്താ ഇന്നത്തെ വിഷയം? സർവശക്തന്റെ ശക്തിയെക്കുറിച്ച് പറയുക, നീ അത്ഭുതം കാണും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛൻ കാനഡയിൽ ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നു. അപ്പോൾ ഒരു വളരെ പവർഫുള്ളായ ഒരു വിശ്വാസി, ഒരു സഹോദരി, ഒരു ചെറുപ്പക്കാരി, 30-35 വയസ്സുള്ള ചെറുപ്പക്കാരി എൻ്റെ അടുത്ത് വന്നു. ആ ചെറുപ്പക്കാരി പറഞ്ഞു, അച്ഛാ, എനിക്ക് വളരെ വലിയൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്താണെന്ന് ചോദിച്ചു. ഇവർ കല്യാണം കഴിച്ച് ഇവർക്ക് ആദ്യമായിട്ടൊരു കുട്ടിയുണ്ടായി. അപ്പോൾ ഉദരത്തിൽ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിന് കണ്ണില്ല, ഇതിന് മൂക്കില്ല, ഇതിന് അവയവങ്ങളൊന്നുമില്ല, മന്ദബുദ്ധിയാണ്, മെൻ്റലി റിട്ടാർഡാണ്, ഇത് ഒരുപാട് മെഡിക്കലി ഇത് അബോർട്ട് ചെയ്യണ വിഷയമാണ്, ഇത് നിങ്ങൾ പ്രഗ്നൻസിയായിട്ട് മുമ്പോട്ട് പോകരുത് എന്ന് പറഞ്ഞു. ഇത് തിരിച്ചു വന്നു, വിഷമത്തോടെ തിരിച്ചു വന്നു. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പാരമ്പര്യമായിട്ട് കൂടോത്രം ചെയ്യുന്ന ആളുകളുണ്ട്, നിങ്ങൾക്കെതിരെ ആരൊക്കെ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ എതിർ പൂജകൾ എന്തോ ചെയ്തിട്ടുണ്ട്, നിങ്ങളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ സഹോദരി അവിടെ എഴുന്നേറ്റ് നിന്നു. ഈ സഹോദരി പറഞ്ഞു, മാമോദീസ വെള്ളം എൻ്റെ തലയിൽ വീണിട്ടുള്ളതാണെങ്കിൽ ഇതാ ഞാൻ പറയുന്നു, എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഒരു കൂടോത്രം എന്നെ ചെയ്യില്ല, ഒരു മന്ത്രവാദം ഫലിക്കില്ല, ഞാൻ ഈ കുട്ടിയെ അബോർട്ട് ചെയ്യില്ല, ഈ കുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അതങ്ങനെ പറഞ്ഞ് അത് ഇന്നൊരു കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സാക്ഷി പറഞ്ഞെങ്ങനെയാണ്, അതിനുശേഷം പല ടെസ്റ്റുകൾ തന്നെ അവസാനം ഇങ്ങനെ അതിന് ഓരോ മാസവും ടെസ്റ്റ് ഉണ്ടല്ലോ, ടെസ്റ്റിലൊക്കെ ആദ്യത്തേലൊക്കെ കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും പിന്നെ അതൊന്നും കുഴപ്പമില്ലാതെ വന്നു. യാതൊരു കുഴപ്പമില്ലാത്ത നല്ല കണ്ണുകളും നല്ല മൂക്കും നല്ല വായും പല്ലുകളൊക്കെ ഉള്ള ഒരു കുഞ്ഞിന്, അല്ലെങ്കിൽ എന്താ പറയുക, പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു. ആ സാക്ഷി കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി. എൻ്റെ പ്രിയപ്പെട്ട പറഞ്ഞ വാക്കാണ്, മാമോദീസ വെള്ളം എൻ്റെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ ജീവിക്കുന്ന കർത്താവ് എൻ്റെ അരികത്തുണ്ട്, ഒരു മന്ത്രവാദം എനിക്ക് ഫലിക്കുകയില്ല, ഒരു കൂടോത്രം ഞാൻ ഭയപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് പറഞ്ഞു. ഇതാണ് കർത്താവ് നൽകിയ ഹൃദയത്തിലുള്ള കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ. ഇതുപോലെ ഈ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച 2024 ഈ സെപ്റ്റംബർ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച, ഇന്നൊക്കെ 2 ദിവസം മുമ്പ്, ഇന്നലെ അട്ടപ്പാടി നിൽക്കുമ്പോൾ ആദ്യ വെള്ളി ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു ശോശാമ്മ അത് ഇങ്ങനെ വന്നു. ആ ശോശാമ്മ പറയുകയാണ്, ശോശാമ്മയ്ക്ക് ഭയങ്കര ഞെരുക്കായിരുന്നു, വളരെ മോശമായിരുന്നു അവസ്ഥ. പക്ഷേ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് അത് കർത്താവിനെ ആശ്രയിച്ചു, അത് കർത്താവിനെ കുറിച്ച് സംസാരിച്ചു, അത് കർത്താവിൻ്റെ ശക്തിയെ ധ്യാനിച്ചു, അത് കർത്താവിനെ കുറിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, അത് ഉറക്കത്തിൽ പറഞ്ഞു, നടക്കുമ്പോൾ പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, കർത്താവ് അത്ഭുതം ചെയ്തു. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ശോശാമ്മ ജോസഫ്, ഞാൻ കൂടരഞ്ഞി ഇടവാംഗമാണ്. ശോശാമ്മ കൂടരഞ്ഞിയിൽ നിന്നാണ്. ഞങ്ങൾ 2006 മുതൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ സെഹ്യോനിൽ വൺ ഡേ പരിപാടികൾക്കും ധ്യാനങ്ങൾക്കും ഒക്കെ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വരാറുണ്ട്. ഞങ്ങൾക്കൊരു ചെറിയ വീടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കുഞ്ഞു വീടായിരുന്നു. അപ്പോൾ ആ വീടൊന്ന് നന്നാക്കുന്നതിന് വേണ്ടി ശോശാമ്മയ്ക്ക് അങ്ങ് 2006 തൊട്ടുള്ള കുഞ്ഞു വീട്. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ജോലിയോ ഒന്നും കാര്യങ്ങളോ ഒന്നും ശരിയായി കിട്ടാത്തതുകൊണ്ടായിരുന്നു എല്ലാവരുടെ കുടുംബമായിട്ട് തന്നെ, ചെറിയ മക്കളായിരുന്നു, അവരെയും കൂട്ടി ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. കുഞ്ഞു മക്കള് ആ പിള്ളേരെ കൂട്ടി ശോശാമ്മയെ കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 2018 ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് പ്രയാസത്തിലായിരുന്നു. ഞങ്ങൾ വീടിന് ഒന്നും ശരിയായി വന്നില്ല എന്ന് മാത്രമല്ല, മൂത്തവൻ അപ്പോഴേക്കും കല്യാണപ്രായമായി. ഞങ്ങളുടെ വീട് കണ്ടിട്ട് ഒരു വിവാഹാലോചന പോലും വരുന്നില്ല. ഞങ്ങൾ ആരോട് ചോദിച്ചാലും
ആൾക്കാരെല്ലാം ഞങ്ങളെ കളിയാക്കി, ഈ വീട്ടിലേക്കാണോ കല്യാണം കഴിച്ചു കൊണ്ടുവരേണ്ടതെന്ന്. ഞങ്ങൾക്കാണെങ്കിൽ വീട് പണിയാനുള്ള യാതൊരു അവസ്ഥകളും അന്ന് ഉണ്ടായിരുന്നുമില്ല. മനപ്രയാസവും സങ്കടവും. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാനും ചെറിയ മോനും ഭർത്താവും കൂടി ഇവിടെ 2018 ഒക്ടോബർ മാസത്തിൽ ഇവിടെ ആദ്യ വെള്ളിയാഴ്ച വന്നു. അപ്പോൾ ആദ്യ വെള്ളിയാഴ്ച ജീവിത പങ്കാളിയും കൂട്ടി ശോശാമ, അതുപോലെ കുഞ്ഞു പൈതലിനെയും കൂട്ടി ശോശാമ ഈ ആദ്യ വെള്ളിയാഴ്ച പാവങ്ങളുടെ കണ്ണുനീർ ഈശോ ഒപ്പിയെടുക്കുന്ന ഈ സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ആദ്യ വെള്ളിയാഴ്ച വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ കൗൺസിലിങ്ങിന് പോയി. ഒരു ബ്രദറിൻ്റെ അടുത്താണ് പോയത്. അദ്ദേഹത്തിൻ്റെ പേരോ ഒന്നും എനിക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി എന്താ എത്ര പ്രയാസമെന്നൊക്കെ ചോദിച്ചപ്പോൾ വീടില്ല, അങ്ങനെ മോന് വിവാഹമൊന്നും നടക്കുന്നില്ല, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞപ്പോൾ ആർക്കാ 2 നില വീട് വേണമെന്ന് ഇത്ര നിർബന്ധമെന്ന് ബ്രദർ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദറെ 2 നില വീട് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങളുടെ വീട് ഒരു ചെറിയൊരു വീട് ഒരു റോഡിന് കീഴിലാണ്. ആകെ 6 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ നീക്കിയോ മാറ്റിയോ ഒന്നും വെക്കാൻ കഴിയൂല. ആ വീട് നേരെ തിരിച്ച് റോട്ടിലേക്ക് വെച്ചാൽ അപ്സ്റ്റെയർ പോലെ ചെയ്താൽ ഒരല്പം വൃത്തിയുള്ളൊരു വീടായി മാറും. എങ്കിൽ മാത്രമേ 2 നില ഉണ്ടെങ്കിലാണ് റോഡിന്റെ ലെവൽ എത്തുള്ളൂ. എങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞിനൊരു വിവാഹം നടക്കുകയുള്ളൂ ആ വീട്ടിലേക്ക്. അഹങ്കാരം കൊണ്ടൊന്നും അല്ല എൻ്റെ ബ്രദറെ, ഞാനൊരു പാവപ്പെട്ട ഒരു ചേച്ചിയാണ്. പക്ഷേ ഇത് വലിയ കുഴിയിലാണ് സ്ഥലം ഇരിക്കുന്നത്. റോഡ് മുകളിൽ കൂടെ പോവുകയാണ്. അതിന് താഴത്ത് വീട് വെച്ചാൽ വീടിൻ്റെ മുകളിൽ കൂടെ വണ്ടി പോകണമല്ലോ ഉള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു 2 നില ഉണ്ടെങ്കിലാണ് റോഡിലേക്ക് ഒരു ഫേസ് കിട്ടുള്ളൂ. അതുകൊണ്ട് അത് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ശോശാമ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഞാൻ എന്തോരം നോക്കിയിട്ടും ആ വീട് ആ കുഴി തന്നെയാണ്, അതിനൊരു മാറ്റവും കാണുന്നില്ല, ആ വീട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, അത് മാറുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല, എൻ്റെ ആഗ്രഹം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര മനോഹരമായൊരു ഭവനം ദൈവം നിങ്ങൾക്ക് തരും, നിങ്ങളത് പണിയുന്നുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ബ്രദർ ഒരു പ്രൊഫസി, ഇതിൻ്റെ പേരാണ് പ്രൊഫസി എന്ന് പറയും. പ്രൊഫസി വേണ്ടാത്തൊരു വീട്ടിലിരുന്നോ അങ്ങനെ ഗുണപര ഇരിക്കാം. എന്നാൽ ഈ ശോശാമ വന്നു, അച്ഛന്മാരെ കാണുന്നു, ബ്രദർമാരെ കാണുന്നു, ധ്യാനം കൂടുന്നു. അപ്പോൾ കർത്താവ് ഒരാൾക്ക് ഒരു പ്രൊഫസി കൊടുത്തു, നിങ്ങൾ മനോഹരമായൊരു ഭവനം പണിയും, ആ ഭവനം വെഞ്ചരിക്കും, നിങ്ങളെ ഭവനത്തിൽ താമസിക്കും, നിങ്ങൾ തന്നെയാണ് പണിയണത്, എനിക്ക് കർത്താവ് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 2018 ഒക്ടോബർ മാസമാണ് ഇവിടെ വന്നത്. 2019 ജൂൺ മാസത്തിലേക്ക് ഞങ്ങളൊരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി വെച്ചു. അപ്പോഴത്തേക്കും പിന്നെ കൊറോണയായി. പിന്നെ 2-3 കൊല്ലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ കടന്നുപോയി. 2022 ഓഗസ്റ്റ് മാസം ഞങ്ങൾ വീടിൻ്റെ ഒരു 70% പണി പൂർത്തീകരിച്ച് ഞങ്ങൾ അങ്ങോട്ട് താമസം മാറി. വലിയ വെള്ളവും മഴയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് മാറിയായിരുന്നു. പക്ഷേ എന്നോട് അന്ന് ഞാനിവിടെ എൻ്റെ കർത്താവിനോട് പറഞ്ഞായിരുന്നു, എനിക്ക് മനോഹരമായൊരു വീട് തരാമെന്നാണല്ലോ പറഞ്ഞേ. ആ മനോഹരമായ വീട് തരുമ്പം എൻ്റെ പഴയ വീടിൻ്റെ ഫോട്ടോയും എൻ്റെ മനോഹരമായ വീടിൻ്റെ ഫോട്ടോയും ഞാനിവിടെ കൊണ്ട് കാണിച്ച് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാനിവിടെ അന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ 2022 പുതിയ വീട് വെച്ച് ഞങ്ങൾ പോയെങ്കിലും എൻ്റെ കർത്താവിനെ കാണിക്കാൻ മാത്രം മനോഹരമായ വീടായില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനിത് വീട് തേച്ചിട്ടുമില്ല, ഒന്നുമില്ല, ഇതെങ്ങനെ എൻ്റെ കർത്താവിന് മുമ്പിൽ കൊണ്ട് കാണിക്കും, എങ്ങനെ ഇത് കർത്താവിന് സാക്ഷ്യത്തിൽ കാണിക്കുമെന്ന് ആ ഒരു വിഷമമായിട്ട് ശോശാമ ഇരുന്നു. ഞങ്ങൾ അങ്ങോട്ട് മാറിയെങ്കിലും ആ വീടിൻ്റെ പണിയല്ല ഇപ്പോഴാണ് പൂർത്തീകരിച്ച് ഈ വർഷം ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ പണി എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ മനോഹരമായ വീടായെന്ന് മാത്രമല്ല, ആ പുതിയ വീടിൻ്റെ ഫോട്ടോയുമായി ശോശാമ നേർച്ച പൂർത്തിയാക്കി ഇന്ന് ഇവിടെ മനോഹരമായ വീട്ടിൽ എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ മോനെയും മോളെയും കൂട്ടിയാണ് ഞാനിവിടെ വന്നത്. ഈ ആൾക്കാരിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നിർത്താൻ വേണ്ടി എൻ്റെ മോനെയും മോളെയും കൂട്ടിയിട്ടാണ്. മോനെ എവിടെ ഇരിക്കുന്നത്? എഴുന്നേക്കാവോ? നിങ്ങൾ വന്നേ. ദൈവം അനുഗ്രഹിച്ച മക്കള്, ദൈവം അനുഗ്രഹിച്ച കുടുംബം, എന്താണ്ടോ മനോഹരമായ വീടും കൊടുത്തു. അതുപോലെ ഈ മക്കൾക്ക് വളരെ അനുഗ്രഹീത സമാധാനപൂർണ്ണമായൊരു വലിയ കല്യാണവും കൊടുത്ത്, അങ്ങനെ ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് നിങ്ങൾ സ്റ്റേജിലേക്ക് നിന്നോ, നിങ്ങളുടെ കൈയടിച്ച് വരുന്ന വെൽക്കം ചെയ്തേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയൊരു കുടുംബം ഇതാ കർത്താവിൻ്റെ സന്നിധി വന്ന് ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശോശാമ സഹോദരി പഴയ വീടിൻ്റെ ഫോട്ടോയും പുതിയ വീടിൻ്റെ ഫോട്ടോയും 2 ഫോട്ടോയും കൊണ്ടൊന്ന് കാണിക്കാവോ? ഇതാണ് പഴയ വീട്. ഈ വീട്ടിലിരുന്നപ്പോഴാണ് ശോശാമ സഹോദരി 2018 വന്ന് എൻ്റെ കർത്താവേ, ഞാൻ 2006 തൊട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതൊന്ന് 10-15 വർഷം പ്രാർത്ഥിച്ചതാണ്. എനിക്കിത് സങ്കടം കൂടുതലല്ലാതെ കുറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു പ്രൊഫസി, ഒരു ബ്രദർ ഒരു പ്രവചനമൊക്കെ നടത്തി. നിങ്ങളുടെ പഴയ വീടിൻ്റെ സ്ഥലമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും, പക്ഷേ നിങ്ങൾ പുതിയൊരു സ്ഥലത്ത് പുതിയൊരു വീട് പണിത് ആ വീട് മനോഹരമായ വീടാണ്, കർത്താവ് നിങ്ങൾ അവിടേക്ക് മാറ്റി പാർപ്പിക്കുന്നു.
ആ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, അതാണ് പുതിയത്. ഇതാ നോക്കിയേ പ്രോഫസി പൂർത്തിയായി, പ്രവചനം പൂർത്തിയായി. ഇതിവിടെ ആ മൂലയിൽ ഈ മൂലയിലൊക്കെ പാവപ്പെട്ട ബ്രദർമാർ ഇങ്ങനെ ഇരിക്കുമ്പം അത് നിങ്ങൾ വെറും പാവങ്ങളെന്ന് വിചാരിക്കരുത്. വലിയ പ്രവചനങ്ങളൊക്കെ ചെയ്യുന്ന ബ്രദർമാരാണ് ഇരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിവാഹവും കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുന്നു. വെരി ഗുഡ്. കല്യാണത്തിന് വേണ്ടി പഴയ വീട്ടിൽ അന്വേഷണം നടത്തിയിട്ട് എത്ര ബ്രോക്കർമാരോട് പറഞ്ഞാലും ബ്രോക്കർമാർ വരെ തിരിഞ്ഞു നോക്കില്ല. ദൈവമേ, അവരുടെ ചങ്കിന്റെ വേദന ഒന്ന് മനസ്സിലാക്കണം. ഒരു ബ്രോക്കറോട് പറഞ്ഞ എൻ്റെ ബ്രോക്കറെ ഒരു കല്യാണം ആലോചിക്കാന്ന് ചോദിച്ചാൽ വീടിങ്ങനെ നോക്കിയിട്ട് പിന്നെ ഒറ്റ ബ്രോക്കർ പോലും വരികയില്ല. എന്താ നോക്കിയേ, അവരെല്ലാം ഞങ്ങളെ കളിയാക്കുക ചെയ്തത്. ഈ വീട്ടിലേക്കാണോ കല്യാണം ആലോചിക്കുന്നത്? പക്ഷേ കർത്താവ് ഇവരുടെ കണ്ണുനീര്, ഇതാണ് ഈ അട്ടപ്പാടി ആദിവള്ളി എന്ന് പറഞ്ഞ പാവങ്ങളുടെ കണ്ണുനീര് ഒപ്പം സ്ഥലമാണത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന കർത്താവിനെ അറിഞ്ഞ മകളാണത്. ജീവിക്കുന്ന കർത്താവിനെ കുറിച്ച് ഓർമ്മ, ജീവിക്കുന്ന കർത്താവിനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് 91 സങ്കീർത്തനത്തിൽ 1-2 വാക്യങ്ങൾ. കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ, കർത്താവിനെ കുറിച്ചുള്ള സംസാരം, കർത്താവിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് പറയണത്? അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സർവശക്തൻ്റെ ശക്തിയെക്കുറിച്ച് പറയണം, സർവശക്തൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണം, സർവശക്തൻ ഇടപെടുമെന്ന് പറയണം, സർവശക്തൻ എനിക്ക് ചെയ്തു തരുമെന്ന് പറയണം, കർത്താവ് ജീവിക്കുന്നു എന്ന് പറയണം. എഴുന്നേറ്റ് വന്നേ, പവർ എഴുന്നേറ്റ് വന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഈ സമയം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒരു അനോയിന്റിങ് ഇപ്പോൾ സർവശക്തനായ ദൈവം ഈ സമൂഹത്തിലേക്ക് നൽകുകയാണ്. വിശ്വാസം മങ്ങിപ്പോയ വിശ്വാസം, ആ ബ്രദർമാരുടെ ശുശ്രൂഷ, ഈ ആത്മായ ബ്രദർമാരും സിസ്റ്റർമാരും വൈദികരും എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് മക്കളെ. ധ്യാനകേന്ദ്രത്തിൽ പോകുന്നതിന് വിലയുണ്ട്, പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്, ബൈബിൾ വായിക്കുന്നതിന് വിലയുണ്ട്, കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വിലയുണ്ട്. കർത്താവിൻ്റെ വലിയൊരു അനുഭവം കർത്താവ് ശോശമയിലൂടെ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നിതുപോലെ കണ്ണുനീരിൽ കുതിർന്ന് വേദനയുടെ കിടക്കയിൽ വലിയ വേദനയിലിരിക്കുന്നവർ മക്കളെ പ്രാർത്ഥിക്കുക. സങ്കട കടലിൽ കിടക്കുന്നവരെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ ഓടി വരിക, ഒരുമിച്ച് നിൽക്കുക. മക്കളെ, എല്ലാ കുട്ടികളെയും അച്ഛൻ പ്രത്യേകം വെൽക്കം ചെയ്യുകയാണ്. ഇത് ഈ വാക്കന്മാരെ പ്രത്യേകം പറയുകയാണ്. മക്കളെ, ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നതിന്റെ അത്ഭുതങ്ങളാണ് അഭിഷേകാഗ്നിയിൽ കർത്താവ് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയും പാപങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ഒരു ശുശ്രൂഷ തന്നെയാണ്. 2 കരങ്ങളും നന്നായിട്ട് ഉയർത്തി പിടിക്കുക. സങ്കട കടലിൽ കിടക്കുന്നവരെ, വലിയ തരത്തിലുള്ള പ്രയാസയിരിക്കുന്നവരെ, വിശ്വാസം മങ്ങിപ്പോയ മക്കളെ, ആത്മാവ് പാപബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഈ സമയം നിലവിളിക്കുക. രോഗികളായ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി, ദൈവമേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താണിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താണിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോ, സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോ, സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോ, സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോ. തൃക്കരം എന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരം എന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരം എന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരം എന്നെ താങ്ങുന്നേ,
അക്കരെ എത്തിച്ചിടുന്നേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി, ക്രമേണ ശക്തി, വിശ്വാസത്തിന്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നിറയട്ടെ. ദുർബല ഹൃദയങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, ബലഹീന കരങ്ങൾ ബലം പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചിക ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, ദുഷ്ടശക്തികൾ കത്തിച്ചാമ്പലാകട്ടെ, മന്ത്രവാദ കൂതറയുടെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. പാപത്തിന്റെ ആധിപത്യം കർത്താവിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഒറ്റ ദിവസം കൊണ്ട് മുള്ളുകളും മുൾച്ചെടികളും കത്തിച്ചാമ്പലാകട്ടെ. ആരാധന ആരാധന മണ്ഡപമാകട്ടെ കർത്താവേ. ജീവിത നൈരാശ്യം, ജീവിത നൈരാശ്യം, ജീവിത നൈരാശ്യം ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയങ്ങൾ കഴുകപ്പെടട്ടെ, പാപ അടിമത്തങ്ങൾ തകരട്ടെ, മദ്യപാനത്തിന്റെ അടിമത്തിരിക്കുന്ന ആത്മാക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. കഠിന ഹൃദയങ്ങൾ, ക്രൂരമായ അവസ്ഥകൾ, കല്ലുപോലുള്ള പാറ പോലുള്ള ഹൃദയങ്ങൾ മാംസളമായി മാറട്ടെ. ബാലികാബാലന്മാർ, യുവതീവാക്കന്മാർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും പരിശുദ്ധാത്മശക്തി സംഭവിക്കട്ടെ. ഈശോയെ ആരാധന ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ശനിയാഴ്ചകളിൽ ഉപവസിക്കുന്നുണ്ട്. ആ ഉപവാസങ്ങളും പ്രാർത്ഥനകളും അഭിഷേകാഗ്നിക്ക് വേണ്ടി ചെയ്യണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്നൊരു ശുശ്രൂഷ യൂട്യൂബിലൂടെ റൂഹ മൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6:30 തൊട്ട് 9 വരെ ഒരു കൺവെൻഷൻ്റെ തുടർച്ചയായുള്ള കൺവെൻഷനുണ്ട്. നിങ്ങൾക്ക് ആ ബുധനാഴ്ച കൺവെൻഷൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പങ്കുചേരാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ അത്ഭുത ശക്തി. യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 12-13 തിരുലിഖിതങ്ങൾ. കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് പറയണത്? കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവൻ ആര്? കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? ഏതുപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി, സർവശക്തൻ്റെ ശക്തിയെ ഞാനും നിങ്ങൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. കാനഡയിലുള്ള ആ മകള് ഒരു 35-40 വയസ്സിന് താഴെ, വളരെ പവർഫുൾ. മാമോദീസ വെള്ളം എൻ്റെ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ ഒരു കൂടോത്രവും എൻ്റെ മേൽ പതിക്കുകയില്ല. ഇത് കർത്താവിന് വചനത്തെ ആസ്പദമാക്കി ആ മകളുടെ ഹൃദയത്തിൽ ഉള്ള ധൈര്യമാണ്. അതുപോലെ തന്നെ ആ മകൾ എന്ത് പറഞ്ഞോ അതുപോലെ സർവശക്തൻ്റെ ശക്തിയെ അറിഞ്ഞാൽ മാത്രം പോരാ, അത് വാ കൊണ്ട് പറയണം, അത് വാ കൊണ്ട് പറയണം, അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അത് വാ കൊണ്ട് പറയണം. 35-ാം സങ്കീർത്തനത്തിൽ 27-ാമത്തെ തിരുലിഖിതം, 35-ാം സങ്കീർത്തനം 27-ാം തിരുലിഖിതം കർത്താവ് പറയുകയാണ്, എൻ്റെ നീതി
സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. ഒന്ന് എല്ലാവരും ചേർന്ന് വായിച്ചേ. എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ. എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? തൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ വിശ്വസിച്ചാൽ മാത്രം പോരാ, എന്ന് അവർ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അവർ എന്നും നിരന്തരം പറയട്ടെ. അവർ പറയണം, വാ തുറന്ന് പറയണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞില്ലെങ്കിൽ തിന്മയുടെ ശക്തി, അവിശ്വാസത്തിൻ്റെ ശക്തി നമ്മളെ വന്ന് ഗ്രസിച്ച് കളയും. പറയണം. അപ്പോൾ ദൈവം സർവശക്തനാണ്, ദൈവം ജീവിക്കുന്നു, എൻ്റെ കാര്യം എൻ്റെ ദൈവം നോക്കും. ഇത് പറയണം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. വാ തുറന്ന് പറയും. ശോശാമ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് സഹോദരങ്ങളെ. വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം പരാജയപ്പെടുന്നത് ഈ വചനം അനുസരിച്ച് ശോശാമ വിജയിക്കുകയാണ്. അവിടെ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശോശാമ പറഞ്ഞു. ശോശാമയ്ക്ക് 2 നില വീടൊക്കെ കൊടുത്തു, അത് അത്ര മെനയായില്ല. അപ്പോൾ ശോശാമ പറഞ്ഞു, അല്ലല്ല, എൻ്റെ കർത്താവ് വലിയവനാണ്, എൻ്റെ കർത്താവിന് മുമ്പിൽ ഇതൊന്നും കാണിക്കാൻ ഞാൻ പോകില്ല. എൻ്റെ കർത്താവ് വലിയവനാണ്, അതുകൊണ്ട് എനിക്ക് മനോഹരമായ വീട് തന്നെ വരും. ആ വീടിൻ്റെ വരുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ കർത്താവിൻ്റെ കാര്യം പറയും. അങ്ങനെ തന്നെ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, പ്രാർത്ഥനയിൽ പറഞ്ഞു, ബന്ധുക്കളോട് പറഞ്ഞു, ശുശ്രൂഷകരോട് പറഞ്ഞു, ബ്രദറിനോട് പറഞ്ഞു. ബ്രദർ പറഞ്ഞു ഓക്കെ അത് തന്നെ സംഭവിക്കുന്നു പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ദൈവം സർവശക്തനാണ്, ദൈവം ജീവിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പോരാ പോരാ പോരാ, നിങ്ങൾ വാ കൊണ്ട് പറയണം, മറ്റുള്ളവരോട് പറയണം, നിങ്ങളോട് തന്നെ പറയണം, നിങ്ങളുടെ കുടുംബത്തിൽ പറയണം, ഫ്രണ്ട്സിനോട് പറയണം, എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവർ നിരന്തരം പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സ്തുതിച്ചാൽ പോരാ, വിശ്വസിച്ചാൽ പോരാ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മൾ സർവശക്തന്റെ ശക്തിയെക്കുറിച്ച് നിരന്തരം എല്ലാവരോടും നമ്മളോട് തന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉച്ചത്തിൽ നിലവിളിക്കും. 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം 2 ദിനവൃത്താന്തം 14-11. ആസ വളരെ ഞെരുക്കത്തിൽപ്പെട്ടു. രാജാവാണ്, പക്ഷെ പ്രതികൂലം. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? രാജാവ് വളരെ വേദനയോടെ കർത്താവിനെ നിലവിളിക്കുകയാണ്. അപ്പോൾ വലിയ പ്രതിസന്ധി, വലിയ ശക്തരായ സൈന്യം, വലിയ തരത്തിലുള്ള ആയുധ ശേഖരങ്ങളോടുകൂടിയ സൈന്യ വ്യൂഹങ്ങൾ ആസയുടെ നേരെ അലയടിച്ച് സുനാമി പോലെ വരുന്നത് കണ്ടപ്പോൾ ആസ ദൈവത്തിലേക്ക് നോക്കി. ആരിലാണോ വിശ്വസിക്കുന്നത്, ആരുടെ ശക്തിയെക്കുറിച്ചാണ് ബോധ്യമുള്ളത്, ആ ദൈവത്തിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ച്, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. ആസയുടെ ഹൃദയത്തിൽ നിന്ന് ആസ പറയാണ്, കർത്താവേ, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. എന്താണോ ആസ പറഞ്ഞത്, എന്താണോ ആസയുടെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ആസ ഉദ്ഘോഷിച്ച്, അതുപോലെ ദൈവം ചെയ്തു കൊടുത്തു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ കർത്താവിനെ കുറിച്ച് സംസാരിക്കണം. കർത്താവിനെ കുറിച്ച് ഇതുപോലെ സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ കർത്താവിനെ ഓർക്കണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഓർക്കണം. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഓർത്താൽ പോരാ, രാത്രിയിൽ കിടക്കുമ്പോൾ, വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുമ്പോഴൊക്കെ ഓർക്കണം. അത് 63-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യം, 63-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വാക്യം, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദാവീദ് പറയാണ്, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് ദാവീദ് പറഞ്ഞിങ്ങനെയാണ്, കിടക്കയിൽ വെച്ച് ഞാൻ അങ്ങയുടെ ശക്തിയെ ധ്യാനിക്കും, മജ്ജയും മേധസ്സും കൊണ്ടെന്നതുപോലെ എൻ്റെ ആത്മാവ് സംതൃപ്തമാകുന്നു.
ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കിടക്കയിൽ വെച്ച് കർത്താവിന് ശക്തിയെ ഓർക്കണം. പ്രതികൂലം വരുമ്പോൾ, ശത്രു സൈന്യം വരുമ്പോൾ, മറ്റുള്ളവരെല്ലാം നെഗറ്റീവ് പറയുമ്പോൾ കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർക്കണം. അപ്പോൾ മജ്ജയും മേധസ്സും കൊണ്ട് എന്നതുപോലെ നമ്മൾ സംതൃപ്തരാകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ എത്ര കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ആ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ തൊട്ട് എല്ലാ ഡോക്ടർമാരും പറയുകയാണ് മക്കളുണ്ടാവില്ല എന്ന് പറയുകയാണ്. ഇവർ ദൈവത്തിൻ്റെ ശക്തിയെ ഓർത്തു അട്ടപ്പാടിക്ക് വന്നു, ആദ്യവള്ളി കൂടി, താമസ ധ്യാനം കൂടി. ദൈവത്തിന് മഹാശക്തി അവർക്ക് വേണ്ടി കർത്താവ് അനുകൂലമാക്കി മാറ്റിക്കൊടുത്തു. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് പ്രിൻസ്, എൻ്റെ ഭാര്യ ജിൻസി, സാറ റൂബൻ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഞങ്ങൾ ഇൻഫെർട്ടൈലാണ്, ഞങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. വിവാഹിതരായപ്പോൾ തന്നെ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ഒരു 3-4 മാസം, 6 മാസത്തിനുള്ളിൽ പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി. അതുപോലെ IVF ഒന്നും സക്സസ് ആവില്ല. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ 2016 ഞങ്ങളിവിടെ വന്ന് ധ്യാനം കൂടി. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചിരുന്നു കർത്താവിന് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് തരട്ടെ, ട്രീറ്റ്മെൻറ്റൊക്കെ നിർത്തി. അതായത് ഇവരോട് ഡോക്ടർമാർ പറഞ്ഞ IVF പോലും നിങ്ങൾക്ക് സക്സസ് ആവില്ല, അതുകൊണ്ട് ഒരു ഹോപ്പും ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവർ 2-3 വർഷം എങ്ങനെയൊക്കെ നോക്കി എന്നിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞു ദൈവമേ 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 എന്ന് പറഞ്ഞ് അവർ അട്ടപ്പാടിയിൽ ഈ പാവങ്ങളുടെ കണ്ണുനീരി ഒപ്പിയെടുക്കുന്ന ഈ സഖ്യം ധ്യാന കേന്ദ്രത്തിൽ വന്നു. അല്ലേ, ഇവിടെയല്ല വന്നത്? ഇവിടെ വന്നു. 2017 ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി. 3 വർഷം 2016 ഇവിടെ വന്നു അല്ലേ? 2016 താമസിച്ചുള്ള ധ്യാനം കൂടി ആദ്യവള്ളി താമസിച്ചുള്ള ധ്യാനം ഒക്ടോബറിൽ ഉണ്ടായി. 2017 ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി. 2016 ഇവരിവിടെ താമസിച്ചുള്ള ധ്യാനം കൂടി. പിറ്റേ വർഷം എന്ന് പറഞ്ഞാൽ ആ വർഷം തന്നെ ഗർഭിണിയായി. പിറ്റേ വർഷം കുഞ്ഞ് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ഹല്ലേലൂയ. 3 വർഷം കഴിഞ്ഞപ്പോൾ വേറെ കുഞ്ഞുണ്ടായി. അടുത്ത് കഴിഞ്ഞ് വീണ്ടും 2-3 വർഷം വീണ്ടും ഒരു കുട്ടീനെ കൊടുത്ത്. ഇതെല്ലാം നാച്ചുറലായിട്ട് അല്ലേ? നാച്ചുറലായിട്ട് ദൈവം നോക്കി. ദൈവത്തിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞൊരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നീട് ഇപ്പം പ്രഗ്നന്റ് ആണ്. ഇതാ വീണ്ടും അടുത്ത കുഞ്ഞ്. അപ്പം നിങ്ങൾ ഇനി പ്രസവം നിർത്തേണ്ട പ്രശ്നമില്ല, പ്രസവം നിർത്തണ്ട. ദൈവം തരുന്നിടത്തോളം മക്കളെ സ്വീകരിക്കുക. ഞാനൊരു എക്സർവീസ്മാൻ ആണ്. ആക്ച്വലി ഞാൻ BRS എടുത്തതിന് ശേഷം ഒരു ജോലി, വീടിൻ്റെ അടുത്തൊരു 5 day വീക്കൊക്കെ ഉള്ള ഒരു ജോലിക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ആദ്യ വെള്ളിയാഴ്ചകൾ വരാറുണ്ട്. അപ്പോൾ ഈ ദൈവപൈതൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവർ രണ്ടുപേരും ചെയ്ത കാര്യം കർത്താവിനെ ഒരുപാട് കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. ഒരു ധ്യാനം കൊണ്ട് നിർത്തിയില്ല. അതുകൊണ്ട് എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും വന്ന് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് തീഷ്ണത എന്ന് പറയുന്നത്. തീഷ്ണത. അങ്ങനെ കൂടുതൽ അപ്പോൾ വീണ്ടും ദൈവം മക്കളെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് വീടിൻ്റെ അടുത്തൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടി. മാത്രമല്ല കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ടപ്പോൾ ഓരോ കുഞ്ഞ് വരുമ്പോഴും ഓരോ ബ്ലെസ്സിങ്ങുമായിട്ട് വരണത്. ഇതാ 3ാമത്തെ കുഞ്ഞ് വന്നപ്പോൾ 2ാമത്തെ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. വീടിൻ്റെ അടുത്താണ്, ട്രാൻസ്ഫർ ഒന്നും ഇല്ലാത്തൊരു ജോലിയാണ്. വീടിൻ്റെ അടുത്താണ്, അധികം യാത്ര ചെയ്യേണ്ട, കുഞ്ഞുങ്ങളെ നോക്കാം, സന്ധ്യാപ്രാർത്ഥന ചെയ്യാം, അതിന് പറ്റിയ ജോലി കൊടുത്തു. അച്ഛാ, കേരളത്തിൽ ഒരു 8-10 ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവരെല്ലാവരും പറഞ്ഞ ഒറ്റ അഭിപ്രായമാണ്. 8-10 ഗൈനക്കോളജിസ്റ്റിനെ സ്പെഷ്യലിസ്റ്റായിട്ട് പോയി കണ്ടു. അവരെല്ലാവരും പറഞ്ഞ ഒറ്റ അഭിപ്രായമാണ്, നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. ആണോ? അതാണോ അമ്മയ്ക്ക് കൊടുത്ത് പറഞ്ഞത്? സത്യമാണ് അത്. അപ്പോൾ ഞങ്ങൾ വേണ്ട, ഇനി വെറുതെ കാശ് കളയണ്ട, 2.5 വർഷം കഴിയുമ്പോൾ വെയിറ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കൊച്ചിനെ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു. ഇനി നിങ്ങൾ മക്കളെ ദത്തെടുത്താൽ മതി, കൊച്ചിനെ ഒന്ന് അഡോപ്റ്റ് ചെയ്താൽ മതി അല്ലേ? പിന്നെ അല്ലാതെ സ്വന്തമായിട്ട് കുട്ടികളുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. 10 ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ 10 പേര് ഒരേ അഭിപ്രായം. 10 ആശുപത്രി പോയി, 10 ആശുപത്രിയിൽ നിന്നും ഒരേ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തിയെ നിയന്ത്രിക്കാൻ, ദൈവത്തിന് ഉപദേശം കൊടുക്കാൻ ദൈവം ഇങ്ങനെയാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്. എനിക്ക് എന്നെ കർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്തു തരാൻ എനിക്ക് കഴിയും. എനിക്കെതിരായി ഒരു നിയമവുമില്ല. ഇന്ന് ആരാധനയുടെ സമയത്ത് നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ കർത്താവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം, ഓർക്കണം, നിരന്തരം പറയണം. സർവശക്തൻ്റെ ശക്തിയെക്കുറിച്ച് പറയണം, ധ്യാനിക്കണം, ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
മിശിഹാകർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവരേ, നരനായി വന്നു പിറന്നവരേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ ഈശോ ഇതാ ഇവിടെ ഇന്ന് ഈ ദിവ്യകാരുണ്യ ആശീർവാദം നൽകുമ്പോൾ എല്ലാ കുടുംബങ്ങളെ ദേശങ്ങളെ ആശീർവദിക്കുകയാണ്. പ്രിയപ്പെട്ട സാംസനച്ചൻ പരിശുദ്ധ കുർബാന ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, ഓ യേശുവേ, എൻ്റെ സങ്കടമാകുന്ന കടലിലേക്ക് വരണമേ കർത്താവേ, എൻ്റെ ദുരിതങ്ങളിലേക്ക് വരണമേ. അങ്ങ് സർവ്വശക്തനാണ്, എനിക്ക് വേണ്ടി പറയണം, എനിക്ക് വേണ്ടി ഇടപെടണം. പ്രാർത്ഥിക്കുക, രണ്ട് കരങ്ങൾ ഉയർത്തുക. എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. രോഗികൾ സ്തുതിക്കട്ടെ, ദുർബലർ, ബലഹീനർ, തളർന്നിരിക്കുന്നവർ, പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടാത്തവർ, എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനനദിയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനനദിയിൽ. സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോ, സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ.